ഇനിയും ഒരു ഇലക്ഷൻ വന്നാൽ ഇനിയും ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിൽ ഈ ഗവൺമെന്റിനെ തള്ളി അറബിക്കടലിലേക്ക് എറിഞ്ഞു കളയാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയണം. എഡ്യൂക്കേറ്റഡ് ആയുള്ള ജനങ്ങളാണ്, യൂത്താണ്, വോട്ടേഴ്സാണ് കേരളത്തിലുള്ളത്. അവർ ഈ മാമാങ്കങ്ങളൊക്കെ കണ്ടു പുച്ഛിച്ച് തള്ളി എന്നതിന്റെ തെളിവാണ് ഇതുപോലെ ഈ ഒരു എംപിയെ മാത്രമേ ഇവർക്ക് വിടാൻ പറ്റിയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെയാണ് വയനാട് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തത്തിൽപ്പെട്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജുകളിൽ ആ മരുന്നുകളില്ല. ഒരിടത്തും ക്രമസമാധാന പാലനത്തിന് പോലീസിന് പെട്രോൾ അടിക്കാൻ പോലും പണമില്ല. ശമ്പള കുടിശ്ശിക ഇപ്പോഴും കൊടുക്കാൻ കിടക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത ശമ്പള പരിഷ്കരണത്തെ പറ്റിയുള്ള ചിന്തകൾ തുടങ്ങിയിരിക്കുകയാണ്. ചങ്ങമ്പുഴ പാടിയല്ലോ, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന്. നേരെ തിരിച്ച് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം കൊള്ളരുതാത്ത എല്ലാത്തിൻ്റെയും അവശിഷ്ടങ്ങൾ, അതായത് നാമാവശേഷമായി കിടക്കുന്ന, ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു സമ്പദ്ഘടനയെ മാത്രമാണ് കാണുന്നത് ഇപ്പോൾ എന്ന ഒരവസ്ഥയിലേക്ക് കേരളം തള്ളപ്പെട്ടിരിക്കുകയാണ്. കേരളം വലിച്ചെറിയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കേരളത്തെ കൈപിടിച്ചുയർത്തണമെങ്കിൽ വളരെ ശക്തമായ എഫേർട്ട് കേരളത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. അങ്ങനെ ഒരു എഫേർട്ട് ഉണ്ടായാൽ മാത്രമേ ജനങ്ങൾ അതിനെ അനുകൂലിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം ഇനിയും ഒരു ഇലക്ഷൻ വന്നാൽ ഇനിയും ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിൽ ഈ ഗവൺമെന്റിനെ തള്ളി അറബിക്കടലിലേക്ക് എറിഞ്ഞു കളയാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയണം. അതാണ് ഒരു ജനത കാണിക്കേണ്ട ആദർശ ധീരത. അതാണ് ഡെമോക്രസി ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. ജനങ്ങൾ ഒരു ഡെമോക്രസിയിൽ ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനങ്ങളുടെ ഗവൺമെന്റിനെയാണ് തെരഞ്ഞെടുക്കുന്നത്. എന്തിനാണ് ഒരു ഗവൺമെന്റിനെ ഭരണത്തിലേക്ക് ഏറ്റുന്നത്? ജനം വോട്ട് ചെയ്ത് ഒരു ഗവൺമെന്റിനെ ഭരണത്തിലേറ്റുന്നതിന്റെ കാരണം എന്തിനു വേണ്ടിയാണ്? ജനം വോട്ട് ചെയ്ത് ഒരു ഗവൺമെന്റിനെ ഭരണത്തിലേറ്റുന്ന ആ ഗവൺമെന്റ് ഇലക്ഷൻ പ്രൊപ്പഗാൻഡ സമയത്ത് ഇലക്ഷൻ പ്രോമിസസ് ഉണ്ട്. എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? ഏറ്റവും നല്ല വാഗ്ദാനങ്ങൾ ഏറ്റവും വിശ്വസനീയമായി പ്രകടിപ്പിക്കാൻ കഴിയുന്നവർക്കാണ് കൂടുതൽ പേരും വോട്ട് കൊടുക്കുക. നമുക്കറിയാം, ഒന്നാം LDF ഗവൺമെന്റ്, രണ്ടാം LDF ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിന് മുൻപ് നിറയെ അഡ്വർടൈസ്മെന്റ്സ് ആയിരുന്നു. അതായത് ഏത് ചാനൽ തുറന്നാലും എവിടെയൊക്കെ നോക്കിയാലും യൂട്യൂബിലും എവ്രിവെയർ ഈ ഗവൺമെന്റിന്റെ മഹാ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കുന്ന പരസ്യങ്ങളായിരുന്നു എല്ലാത്തിലും നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള ആ പരസ്യങ്ങളിലൂടെ ശരിക്ക് സാധാരണക്കാരെ ബ്രെയിൻ വാഷ് ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ ഒരു വളരെ വലിയ സാഹചര്യം സൃഷ്ടിച്ചതിന്, ആ സാഹചര്യം സൃഷ്ടിക്കാൻ അനുകൂലമായിരുന്നു കോവിഡ് വന്നത്. COVID-19 എന്താണ് COVID-19ന്റെ പ്രത്യേകത? COVID-19 വന്നപ്പോൾ ചരക്ക് ഗതാഗതവും സർവ്വ ഗതാഗതവും നിയന്ത്രിക്കപ്പെട്ടു. ഇക്കോണമിയെ തന്നെ അടച്ചിട്ടു. അങ്ങനെ അടച്ചിട്ട ആ ഇക്കോണമിയിൽ ഒരു തരത്തിലുമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുവരോ ചരക്ക് നീക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സഹായത്തിനെത്തുന്ന ഒരു നിയമം UPA ഗവൺമെന്റ് 2013 കൊണ്ടുവന്നിരുന്നു. എന്താണ് ആ നിയമം? UPA ഗവൺമെന്റ് 2013 കൊണ്ടുവന്ന നിയമം ഭക്ഷ്യ സുരക്ഷാ ആക്ട്. അതുപോലെ 2005 UPA ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. അതെന്താണ്? തൊഴിലുറപ്പ് പദ്ധതി. അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അത് 2005 UPA ഗവൺമെന്റ് കൊണ്ടുവന്നു. അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് ആണ്. അതായത് ജീവനോപാധി കൊടുക്കുക, 100 ദിവസത്തെ ജീവനോപാധി തൊഴിലെങ്കിലും അതിനകത്ത് ആവശ്യപ്പെട്ടു വരുന്നവർക്ക് കൊടുക്കുക. അതിനു വേണ്ടിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുന്നത്, നിയമം വഴിയായിട്ട്, നിയമപരിരക്ഷയോടുകൂടി കൊണ്ടുവരുന്നത്. ആ നിയമപരിരക്ഷയോട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ 15 ദിവസത്തിനകം അന്ന് നിർദ്ദേശിച്ചിരുന്ന കൂലി 182 രൂപയായിരുന്നു. അത് വർദ്ധിപ്പിച്ച് ഇപ്പോൾ 330 രൂപ വരെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കൂലി, ഒരു ദിവസം ജോലി ചെയ്ത ഒരു വ്യക്തിക്ക് കൂലി കൊടുക്കാൻ മാസ്റ്ററിൽ ഒപ്പിട്ട് ജോലി ചെയ്ത ഒരാൾക്ക് അന്ന് തന്നെ കൂലി കൊടുക്കണം. ഇല്ലെങ്കിൽ മാക്സിമം 15 ദിവസം വരെ അത് മാറിപ്പോയെന്ന് വിചാരിച്ച് ലീഗൽ ആക്ഷൻ പറ്റില്ല. 15 ദിവസം കഴിഞ്ഞാൽ അവർക്ക് കേസിന് പോകാം, ലീഗൽ ആക്ഷൻ എടുക്കാം. അത്രയ്ക്കും വിശുദ്ധമായൊരു വിധിയാണ്, പാവങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു വിധിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി വിധി. അത് ഒരു ഭാഗത്ത്. രണ്ടാമത് ഉള്ളത് ഈ പറഞ്ഞ ഭക്ഷ്യ സുരക്ഷാ ആക്ട്.
എന്താണ് ഈ ഭക്ഷ്യസുരക്ഷാ ആക്ടിൽ പറയുന്നത്? ഭക്ഷ്യസുരക്ഷാ ആക്ടിൽ പറയുന്നത് ഒരു വലിയ പ്രതിസന്ധി, ഭക്ഷണം ലഭ്യമല്ലാത്ത ഒരു പ്രതിസന്ധി ഉണ്ടായാൽ മിഡിൽ തട്ടില്, മിഡിൽ തട്ടില് ഏറ്റവും താഴെ ഇങ്ങനെയുള്ള എല്ലാവർക്കും, അതായത് 68% ജനങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള ധാന്യങ്ങൾ, 5 തരം പയറുവർഗ്ഗങ്ങൾ, അതുപോലെ പഞ്ചസാര, ഭക്ഷ്യ എണ്ണ, ഇത്രയും സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കണം എന്നാണ് ഭക്ഷ്യസുരക്ഷാ ആക്ട് അനുശാസിക്കുന്നത്. ആ ആക്ട് വഴി കോവിഡ് കാലത്ത് എന്താ സംഭവിച്ചത്? കേരളത്തില് ഇഷ്ടം പോലെ ഈ പറയപ്പെട്ട പയറുവർഗ്ഗങ്ങളും ഭക്ഷ്യധാന്യങ്ങളും എഡിബിൾ ഓയിലും പഞ്ചസാരയും ഒക്കെ കേരളത്തിലേക്ക് എത്തുന്നു. അങ്ങനെ കേരളത്തിലേക്ക് എത്തിയത് കരുതി വെച്ച് അതുകൊണ്ടാണ് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും ഒക്കെ ആർഭാടമായി നടത്തി ജനങ്ങളെ പോക്കറ്റിലാക്കി. സംസ്ഥാന ഗവൺമെന്റിന് ആ നടത്തിപ്പ് ചെലവല്ലാതെ ഒരു ചെലവും വന്നിട്ടില്ല ഈ കമ്മ്യൂണിറ്റി കിച്ചണും അതുപോലെ തന്നെ കിറ്റും ഒക്കെ കൊടുത്തതിന്. സാധനം മുഴുവനും കേന്ദ്രത്തിൽ നിന്ന് വരികയായിരുന്നു. അപ്പൊ അങ്ങനെ വീണ്ടും ഭരണത്തിൽ വന്നു. അങ്ങനെ വീണ്ടും ഭരണത്തിൽ വന്ന ആ ഗവൺമെന്റ് ആണ് വാശിയോടെയാണ് ഭരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കർമ്മങ്ങളിലേക്ക്, അതായത് ഓഫ് ട്രാക്ക് ആയിട്ട്, ട്രാക്ക് വിട്ട് ചലിക്കുന്നത്. ട്രാക്ക് ശരിയായിട്ട് ഭരിക്കാനാണെങ്കിൽ ഭരണസിരാ കേന്ദ്രം, സെക്രട്ടേറിയറ്റ് ഉണ്ട്. ആ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരുന്ന് കാര്യങ്ങൾ ഭരിക്കണം. ആവശ്യമുള്ളപ്പോൾ മന്ത്രിമാർ അവരവരുടെ മണ്ഡലങ്ങളിൽ പോകണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റെല്ലാവരും ചെയ്യണം. പക്ഷേ സെക്രട്ടേറിയറ്റ് അടച്ചിട്ട് അവിടെ IAS-കാരുണ്ടത്രേ തലപ്പത്ത്. പക്ഷെ അവർ മാത്രം ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഭരണം നടക്കുക. അപ്പൊ ഇങ്ങനെ ഭരണസിരാ കേന്ദ്രം അടച്ചിട്ട് കേരളീയം എന്ന് പറഞ്ഞ മാമാങ്കം ഒരു വശത്ത്, അത് കഴിഞ്ഞ് ഒരു മാസം കൂടി കഴിഞ്ഞപ്പോഴത്തേനും നവകേരള സദസ്സ് ഇതൊക്കെ നടത്തി. അപ്പൊ ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്ന കണ്ണ് എന്തായിരുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണ് എന്ന് പറയുന്നത് നവകേരള സദസ്സിലെ പ്രമുഖരെ കണ്ട് നടന്നു. കേരളീയത്തിലും ഓണക്കാലത്ത് ഉണ്ടായിരുന്ന ആ ആഘോഷങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു. പലതരത്തില് കൂടുതലായിട്ട് പല വേഷങ്ങളിലെ ആഘോഷങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അത് മാത്രവുമല്ല, അപ്പോഴൊക്കെ സെക്രട്ടേറിയറ്റിൽ നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിക്കാരെയൊക്കെ നിർബന്ധമായിട്ട് കേരളീയത്തിന് പങ്കെടുക്കാനും അത് ഓഡിയൻസ് വേണമല്ലോ. അപ്പൊ ഇത് വലിയ സക്സസ് ആയിരുന്നു എന്ന് പറയണമെങ്കിൽ നിറയെ ഓഡിയൻസ് വേണം. നിറയെ ഓഡിയൻസ് വരണമെങ്കിൽ സെക്രട്ടേറിയറ്റിലുള്ള ഒരു തികയത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് തൊഴിലുറപ്പ് പദ്ധതിക്കാരെയും വഴിയിലുള്ളവരെയും ഒക്കെ വിളിച്ച് നിർബന്ധമായിട്ട് കയറ്റി കാണിച്ച് അങ്ങനെ സദസ്സൊക്കെ നിറച്ചു വെച്ചാണ് പ്രോഗ്രാം ഒക്കെ ചെയ്തത്. അങ്ങനെ പ്രോഗ്രാം ഒക്കെ ചെയ്തതിന് മുമ്പായിട്ട് തന്നെ എന്താ ചെയ്തത്? ഒരു മുൻകരുതൽ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? അതായത് സ്പോൺസർഷിപ്പ് വഴിയായിട്ട് പണം പിരിച്ചു. അപ്പൊ ഈ സ്പോൺസർഷിപ്പ് വഴി പണം പിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്വാറി മാഫിയയെ കണ്ടു. ക്വാറി മാഫിയ 10 കോടി കൊടുക്കുന്നു. ക്വാറി മാഫിയ 10 കോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്വാറി മാഫിയ അതിനനുസരിച്ച് പിന്നെ മാഫിയ തരം കാണിക്കും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ പോലെയുള്ള ഉരുൾപൊട്ടൽ സംസ്ഥാനത്ത് എല്ലായിടത്തും ഉണ്ടാകും. ക്വാറി മാഫിയായിട്ട് എടുത്ത് കണ്ടമാനം പണം മേടിച്ച് അവർക്ക് ലൈസൻസ് കൊടുത്താൽ അവർക്ക് ഇഷ്ടം പോലെ ലൈസൻസിനും അപ്പുറം ക്വാറിയിങ് നടത്തി സംസ്ഥാനത്തെ അറബിക്കടലിലേക്ക് വിടത്തക്ക പരികർമ്മങ്ങൾ ചെയ്യും. അതൊക്കെയാണ് നമ്മളെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തില്. അപ്പൊ ഇങ്ങനെ എന്നിട്ട് ഓർമ്മിക്കണം, ആ പരിപാടി കഴിഞ്ഞപ്പോഴോ കേരളീയം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത IAS ഉദ്യോഗസ്ഥന് അവാർഡ് കൊടുത്തു. ആ അവാർഡ് കമേഴ്ഷ്യൽ ഇന്റലിജൻസ് നേതാവിനാണ് ആ അവാർഡ് കിട്ടിയത്. എന്നിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റ് ഇൻ ബ്രീഫ് എടുത്ത് നോക്കുക. അത് നോക്കിയാൽ നമുക്ക് രസകരമായ ഒരു കാര്യം കാണാം. കമേഴ്ഷ്യൽ ടാക്സസ് തന്നെ 13,000 കോടിയിലധികമാണ് പിരിച്ചെടുക്കാൻ കുടിശ്ശികയായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ കൈ നീട്ടി സ്പോൺസർഷിപ്പ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ വ്യാപാരികളും വ്യവസായികളും നികുതി അടയ്ക്കില്ല. അടയ്ക്കടാ നികുതി എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ നിയമത്തിന്റെ ദണ്ടെടുത്ത് ഇത് വെച്ച് പ്രയോഗിക്കൂ എന്ന് പറയണമെങ്കിൽ ശുദ്ധമായിരിക്കണം നമ്മുടെ കരങ്ങൾ. നമ്മൾ സ്പോൺസർഷിപ്പ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട്, നമ്മളെന്ന് വെച്ചാൽ ഗവൺമെന്റ് സ്പോൺസർഷിപ്പ് ഒക്കെ കോടികൾ മേടിച്ചു കഴിഞ്ഞിട്ട് നികുതി അടയ്ക്കണം എന്ന് പറഞ്ഞ് നീതിയുടെ ദണ്ടെടുത്താൽ ആരും ഗവനിക്കത്തില്ല. അതാണ് അങ്ങനെയൊക്കെ. അതുപോലെ കേരളീയം നടത്തി. എന്തിനാ കേരളീയം നടത്തിയത്? കേരളത്തെ ഷോക്കേസ് ചെയ്യാൻ. കേരളീയം കൊണ്ട് എന്ത് പ്രയോജനം? ഇതിനേക്കാൾ വലിയ മെഗാ ഹിറ്റ് ഷോസ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ലോക ഭൂപടത്തിലെ രാജ്യങ്ങൾക്ക് ഈ കേരളീയം കൊണ്ട് കേരളത്തെ എവിടെ ഷോക്കേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ചിരിച്ചു തള്ളേണ്ട ഒരു തമാശ, ഒരു വിഡ്ഢി തമാശ എന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞ് ഇനി കേരളീയം നടത്തി. അപ്പം സെക്രട്ടേറിയറ്റ് എല്ലാം അഴിഞ്ഞു കുഴഞ്ഞു നാശമായി. കാരണം അവിടെ ഭരണമൊന്നും ഇല്ലായിരുന്നു. നല്ല കാര്യമാണ് കേട്ടോ, അവർക്ക് അവിടെ ഇരുന്ന് ഓരോ തരത്തിലുള്ള ഓൺലൈൻ ഗെയിംസിലൊക്കെ ഇടപെടാം.
അല്ലെങ്കിൽ ഓൺലൈൻ സിനിമ കാണാം. അങ്ങനെ എന്തൊക്കെ മെറി മേക്കിംഗ് ആകാമെന്നറിയോ സെക്രട്ടേറിയറ്റുകാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇത്തരം ഷോകളൊക്കെ ഉണ്ടായാൽ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടു കൊടുത്താൽ. ഇനി അത് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇതാ വരുന്നു നവകേരള സദസ്സ്. എത്രയെത്ര സ്കൂളുകളുടെ മതിലുകളാണ് വെട്ടിപ്പൊളിച്ച് ഇപ്പോഴും ആനയും കടുവയും പുലിയും കയറത്തക്ക രീതിയിൽ പണിതീരാത്ത വീട് പോലെ കിടക്കുന്നത്. അങ്ങനെയൊക്കെ. എന്നിട്ട് അവസാനം എന്താ ഉണ്ടായത്? 20 MP സീറ്റിലേക്ക് മത്സരിച്ച് ഒരൊറ്റ MP മാത്രമേ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിഞ്ഞുകൂടെ ഈ ജനങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയുള്ള ജനങ്ങളാണ്, യൂത്താണ്, വോട്ടേഴ്സാണ് കേരളത്തിലുള്ളത്. അവർ ഈ മാമാങ്കങ്ങളൊക്കെ കണ്ടു പുച്ഛിച്ച് തള്ളി എന്നതിൻ്റെ തെളിവാണ് ഇതുപോലെ ഈ ഒരു MP മാത്രമേ ഇവർക്ക് വിടാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെയാണ് ഇപ്പോഴും 9.16 കോടി മുടക്കി അതിനുവേണ്ടിയുള്ള പ്രാരംഭ ചെലവുകളൊക്കെ നടത്തിയിരിക്കുന്നത്. ഈ കൊല്ലം തീരുമാനിച്ചിരിക്കുന്നത് ഓണം കഴിഞ്ഞാൽ ഉടനെ വേണ്ട, ഒരു മാസം കഴിഞ്ഞ് നവംബർ ഡിസംബർ കാലത്ത് ഡിസംബറോട് കൂടി മതി കേരളീയമോ നവകേരള സദസ്സോ എന്നൊക്കെ. ഇതിനൊക്കെ ജനങ്ങൾ പ്രതികാരം ചോദിക്കണം. ഒരു ഗവൺമെന്റിനെ ഭരണത്തിലേറ്റുന്നത് ഭരണം കാര്യക്ഷമമായി നടത്താനാണ്, ജനക്ഷേമം ഉറപ്പുവരുത്താനാണ്. ജനക്ഷേമം ഇപ്പോഴിതാ വയനാട് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തത്തിൽപ്പെട്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജുകളിൽ ആ മരുന്നുകളില്ല. ഒരിടത്തും ക്രമസമാധാന പാലനത്തിന് പോലീസിന് പെട്രോൾ അടിക്കാൻ പോലും പണമില്ല. ശമ്പള കുടിശ്ശിക ഇപ്പോഴും കൊടുക്കാൻ കിടക്കുകയാണ്. അപ്പോഴേക്കും അടുത്ത ശമ്പള പരിഷ്കരണത്തെ പറ്റിയുള്ള ചിന്തകൾ തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ചങ്ങമ്പുഴ പാടിയല്ലോ, എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന്. നേരെ തിരിച്ച് എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം കൊള്ളരുതാത്ത എല്ലാത്തിൻ്റെയും അവശിഷ്ടങ്ങൾ, അതായത് നാമാവശേഷമായി കിടക്കുന്ന, ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു സമ്പദ്ഘടനയെ മാത്രമാണ് കാണുന്നത് ഇപ്പോൾ എന്ന ഒരവസ്ഥയിലേക്ക് കേരളം തള്ളപ്പെട്ടിരിക്കുകയാണ്. കേരളം വലിച്ചെറിയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് കേരളത്തെ കൈപിടിച്ചുയർത്തണമെങ്കിൽ വളരെ ശക്തമായ എഫേർട്ട് കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെ ഒരു എഫേർട്ട് ഉണ്ടായാൽ മാത്രമേ ജനങ്ങൾ അതിനെ അനുകൂലിക്കേണ്ടതുള്ളൂ. അല്ലാത്ത പക്ഷം ഇനിയും ഒരു ഇലക്ഷൻ വന്നാൽ ഇനിയും ഒരിക്കലും തിരിച്ചു വരാത്ത തരത്തിൽ ഈ ഗവൺമെന്റിനെ തള്ളി അറബിക്കടലിലേക്ക് എറിഞ്ഞു കളയാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയണം. അതാണ് ഒരു ജനത കാണിക്കേണ്ട ആദർശ ധീരത. അതാണ് ഡെമോക്രസി ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. ജനങ്ങൾ ഒരു ഡെമോക്രസിയിൽ ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനങ്ങളുടെ ഗവൺമെന്റിനെയാണ് തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണോ തെരഞ്ഞെടുത്തിരിക്കുന്നത്? അങ്ങനെ അല്ലെന്ന് ഗവൺമെന്റ് തെളിയിക്കുകയാണെങ്കിൽ മറിച്ച് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ജനങ്ങൾക്ക് കഴിയണം.